Hi all, എല്ലാവർക്കും ജസ്റ്റ് എ മിനിറ്റ് വിത്ത് അനുസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്ന ഒരു അറേബ്യൻ ഡിഷാണ്, കുഴിമന്തിയാണ്. ഒരു റോ ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണത്. അപ്പോൾ നമ്മൾ ഇന്ന് അതൊരു ഹോട്ടലിൽ പോയി ഇവിടുത്തെ ബെസ്റ്റ് ആയിട്ട് കുഴിമന്തി സെർവ് ചെയ്യുന്ന മസാല സ്ക്വയർ ഉണ്ടല്ലോ കൊല്ലത്തെ, അവിടെ നമ്മൾ പോകുന്നുണ്ട്. അത് മാത്രമല്ല അതെങ്ങനെ വീട്ടിൽ ചെയ്യാം അതും നോക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഞാൻ ഇതിൻ്റെ മയനൈസിൻ്റെ റെസിപ്പി ഇടുന്നുണ്ട്, ടൊമാറ്റോ ചട്നി ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ഫുൾ വീഡിയോയും കാണുക, ഇടയ്ക്ക് സ്കിപ്പ് ആവാതിരിക്കുക. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ നമ്മൾ മസാല സ്ക്വയറിലെ സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുന്നത് കുഴിമന്തിയാണ്. ഇത് ഒരു അറബിക് ഡിഷാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റിയാണ്, മാത്രമല്ല ഇതൊരു അഫോർഡബിൾ റേറ്റിലാണ്. ഒരു ഹാഫ് കുഴിമന്തി വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 2-3 പേർക്ക് ആവശ്യത്തിന് കഴിക്കാൻ കിട്ടും. പിന്നെന്ന് വെച്ചാൽ കൊല്ലത്ത് ഈ മന്തി ആദ്യമായിട്ട് അവൈലബിൾ ആയുള്ള റെസ്റ്റോറൻറ്റ് ഈ മസാല സ്ക്വയറാണ്. പിന്നെന്ന് വെച്ചാൽ ഇന്ന് കഴിക്കുമ്പോൾ തന്നെ അത് കായലിനെ ഫേസ് ചെയ്താണ് ഈ റെസ്റ്റോറൻറ്റ് നിൽക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഒരു പ്ലസൻറ്റ് ഫീലിംഗ് കിട്ടും. പിന്നെന്ന് വെച്ചാൽ ഇതാണ്ട് ഇതിനകത്ത് ഇതിപ്പം ഒരു ഹാഫാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ മയനൈസ് ഉണ്ട്, പിന്നെ ഒരു മിൻ ചട്നി ഉണ്ട്, ഇതാ പിന്നെ സലാഡുണ്ട്, പിന്നെ തക്കാളി, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ക്യാരറ്റും വെള്ളരിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹാഫ് ചിക്കൻ വെച്ചിട്ടുണ്ട്, പിന്നെ റൈസ്. കഴിക്കാൻ തുടങ്ങുകയാണ്, കണ്ണൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. നല്ലൊരു ടേസ്റ്റി ഡിഷാണ്. എന്ന് വെച്ചാൽ ഒരുപാട് സ്പൈസിയും അല്ല, എന്നാൽ ഒരുപാട് എരിയുമില്ല, അങ്ങനത്തെ ഒരു ഡിഷാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വന്ന് കഴിക്കാം. അപ്പം മയനൈസ് ഉണ്ടാക്കാം നമുക്ക്. അതിന് ഞാനിപ്പോൾ ആദ്യം ഒരു മുട്ട എടുത്ത്, മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടെ ചേർത്താണ് നമ്മളൊന്ന് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന്, ഒരെണ്ണം മതി, വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണം. പിന്നെ നമുക്ക് വേണ്ടുന്നത് 1/4 ടീസ്പൂൺ ഉപ്പാണ്. 1/4 ടീസ്പൂൺ ഉപ്പ്. നമുക്ക് പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാര വേണം. ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം ആദ്യം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിൻ്റെ അടപ്പ് തുറന്ന് വെച്ചിട്ട് ഈ 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നൂലായിട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ മയനൈസ് റെഡി ആയിട്ടുണ്ട്. വേണ്ടേ, നല്ല സെറ്റപ്പ് മയനൈസാണ്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മയനൈസ് റെഡിയായി. 2 മിനിറ്റ് പോലും വേണ്ട മയനൈസ് റെഡിയാക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര ഈസിയാണ്. അപ്പം നമ്മുടെ ടൊമാറ്റോ ചട്നി മന്തിയുടെ കൂടെ കഴിക്കാൻ ഈ ടൊമാറ്റോ ചട്നി ഭയങ്കര ടേസ്റ്റായിട്ട്, അതുണ്ടെങ്കിൽ കഴിക്കാൻ അടിപൊളിയായിരിക്കും.
അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ 2 തക്കാളിയെ നല്ല പഴുത്ത തക്കാളി എടുത്തേക്കുന്നത്. അത് അരി ഇല്ലാതെ വേണം എടുക്കാൻ. അരി എടുക്കണ്ട, അരി ഇല്ലാതെ എടുക്കണം. ഞാൻ അരിഞ്ഞു വെച്ചു. പിന്നെ ഞാൻ 4 ചെറിയ വെളുത്തുള്ളി ഇട്ടു. പിന്നെ നമ്മൾ ഒരു ഇച്ചിരി നിറത്തിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ പിരിയമുളക് പൊടി. പിന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ജീരകം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് ചെയ്യേണ്ടത്. എരി ഒരുപാട് ആവശ്യമുള്ളവർ കൂടുതൽ പച്ചമുളക് ചേർക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചേർത്താൽ മതി. നമുക്കിതൊന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ടൊമാറ്റോ ചട്നി ഏതാണ്ട് റെഡിയായി. ഇനി നമുക്ക് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. ഈ സമയത്ത് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് ലേശം നമ്മുടെ ആപ്പിൾ സിഡർ വിനെഗർ ഉണ്ടല്ലോ, അതും കൂടി ചേർക്കുന്നുണ്ട്. ലേശം ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനൊരു ചെറിയൊരു പുളിപ്പിന് വേണ്ടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മന്തിയുടെ കൂടെ കഴിക്കുന്ന ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കിലോ കോഴിയിറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫുൾ കോഴിയാണ്. ഇത് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കറക്റ്റ് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഫുള്ളായിട്ട് വേണമെങ്കിലും ചെയ്യാം, 4ആയിട്ട് കട്ട് ചെയ്യുകയും ചെയ്യാം. പക്ഷേ എപ്പോഴും വലിയ പീസ് എടുക്കണം. അതാണ് ആ മന്തിയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഞാനിവിടെ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ ഒരു തക്കാളി അതിൻ്റെ അരി കളഞ്ഞ് അരിച്ചെടുത്തതാണ് കേട്ടോ. ഒരു നാരങ്ങയാണ്. പിന്നെ 2 വയണയില, പട്ട, 4 ഏലക്ക, ഗ്രാമ്പൂ, പച്ചമുളക്, ഒരു വലിയ പച്ചമുളകിൻ്റെ പേസ്റ്റാണ്. അല്ലെന്നുണ്ടെങ്കിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ 2 ചെറിയ പച്ചമുളക് എടുക്കുക. കുരുമുളക്, ഒരു 3/4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ മന്തി മസാല. ഈ മന്തി മസാലയിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇത് നമ്മൾ 2 കപ്പ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത് കുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ഇവിടെ ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, വെളിച്ചെണ്ണ വെച്ച് വേറെ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യുക. നമുക്കിനി ആദ്യം ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്ത നാരങ്ങയില്ലേ, അതിൻ്റെ പകുതി കട്ട് ചെയ്തെടുക്കുക. ഒന്ന് പിഴിഞ്ഞ് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മന്തി മസാല ഉണ്ടല്ലോ, ആ മന്തി മസാല അതിൻ്റെ പകുതി എടുക്കണം. അതിൻ്റെ പകുതി അളവ് എടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് തേച്ച് പിടിപ്പിക്കണം. അത് എണ്ണയിൽ കുഴച്ച് വേണം ഇതിനകത്ത് തേക്കാനായിട്ട്. നമ്മൾ മന്തി മസാലയിൽ ഓയിൽ ചേർത്തു, ലേശം ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഇളക്കിയിട്ട് നമുക്കത് ചിക്കനിൽ പുരട്ടി വയ്ക്കണം. കൈ കൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഈ നമ്മുടെ മന്തിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എളുപ്പമാണ് ചെയ്യാൻ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. മന്തി മസാല നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെ ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്യാം. പിന്നെ അടുത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അധികം എരിയില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കുക്കറിലാണ് മന്തി ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിൽ അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇത് കണ്ടോ, നമ്മുടെ ഇഡലി തട്ടില്ലേ, അത് ഞാൻ ഇറക്കി വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ പീസസ് ഉണ്ടല്ലോ, അത് വെക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്കിത് ഒരു വിസിൽ കേട്ടാൽ മതി കേട്ടോ. അധികം വേവണ്ട, കാരണം അരിയുടെ കൂടെ ഇരുന്ന് തന്നെ ഇത് കുറച്ച് വേവും.
നമുക്കിതിനെ അടച്ചു വയ്ക്കാം. നമ്മൾ കുക്കർ അടച്ചു വെച്ചു. നമുക്ക് ഒരു വിസിൽ കേട്ടാൽ മതി. വിസിൽ കേട്ടിട്ട് ഇത് ഓഫ് ചെയ്യുക. പക്ഷേ അപ്പോഴേ തുറക്കരുത്. തന്നെ തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തുറക്കാൻ പാടുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ വെക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. ഇത്രയും കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ കുക്കറിൻ്റെ ആവിയെല്ലാം പോയി. നമ്മുടെ ചിക്കൻ ഒരു 3/4 വേവായിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ പീസസ് മാത്രം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ചീറ്റിപ്പോയി. അതാ നേരത്തെ പൂവാറായിരുന്നു. എന്ത് ഓക്കെ. നമ്മുടെ ഇതിലുള്ള ചിക്കൻ സ്റ്റോക്ക് കണ്ടില്ലേ? ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇതിലാണ് നമ്മൾ അരി വേവിക്കുന്നത്. നമ്മുടെ ചിക്കൻ്റെ സത്തെല്ലാം ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ വേവിക്കുമ്പോഴാണ് ശരിക്കും ആ കുഴിമന്തിയുടെ ടേസ്റ്റ് വരുന്നത്. നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് മാറ്റിയിട്ട് അതേ കുക്കർ തന്നെയാണ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് ഒഴിക്കണ്ട, കാരണം സ്റ്റോക്കിൽ അത്യാവശ്യം ഫാറ്റുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടണം നമുക്ക്. പിന്നെ ആ പച്ചമുളകിൻ്റെ പേസ്റ്റ് 2 ഇട്ട് കൊടുക്കുക. രണ്ടിൻ്റെയും പച്ചമണം മാറി കിട്ടണം. ഇതിലേക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അന്നേരം നമുക്ക് സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഒരു നുള്ളു ഉപ്പ് മതി. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ, ബേ ലീഫ്, ഏലക്ക, പട്ട, ഗ്രാമ്പൂ, മന്തിയുടെ മസാല എല്ലാം ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് സ്മൂത്ത് വരണം. നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലാട്ടോ ഇതെല്ലാം ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച നാരങ്ങയില്ലേ, അതിൻ്റെ പകുതിയും പിഴിഞ്ഞ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും. ഇത് തിളക്കട്ടെ കേട്ടോ. നമുക്ക് ഈ തിളച്ച സ്റ്റോക്കിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കണം. എപ്പോഴും നമ്മുടെ അരിയുടെ മുകളിൽ വെള്ളം നിൽക്കണം, തൊട്ട് മുകളിൽ. അന്നേരം നിങ്ങൾക്ക് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം തിളപ്പിച്ചതിലേക്ക് ഒഴിച്ച് ചേർത്താൽ മതി. ഇനി നമുക്കിത് ഒരു വിസിൽ കേൾപ്പിക്കണം കേട്ടോ. ഒരു വിസിൽ കേട്ടാൽ മതി. ബാക്കി നമ്മുടെ ചിക്കൻ്റെ കൂടെ ഒന്ന് വേവും. ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ അരി ഏതാണ്ട് ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറിൽ നിന്ന് ഈ അരി മാറ്റണം. അരിയല്ല, പകുതി വെന്ത നമ്മുടെ ബസുമതി ചോറ്. നമ്മൾ നമ്മുടെ റൈസൊക്കെ വേവിച്ച് അതേ കുക്കർ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിൽ നമ്മുടെ ചിക്കൻ പീസ് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ചുമന്ന കളർ വേണമെങ്കിൽ കളർ ചേർക്കാം, പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല കളറ്. നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. മുകളിൽ ചെറിയ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണേ. നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സ്കിന്നിനൊന്ന് തൊലിപ്പുറം ഒന്ന് മുരിഞ്ഞാൽ മാത്രം മതി. ഒരു ഡീപ്പ് ഫ്രൈ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ആ ഒരു ജസ്റ്റ് ഒരു കളർ ചേഞ്ച് മതി. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമ്മുടെ ചോറ് ഇട്ട് കൊടുക്കണം.
അപ്പോൾ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ ഇതാ ചിരട്ട കത്തിച്ച കനലാണ്, ഇതിനകത്ത് വെക്കണം. ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കണം, എന്നിട്ട് അത് പുകയും. പെട്ടെന്ന് തന്നെ ഇത് അടയ്ക്കണം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞു, ഫ്ലെയിം ഓഫ് ചെയ്യണം. നമ്മുടെ മന്തി റെഡിയായി. നമുക്കിതിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് ആൽമണ്ട്സ് ഒക്കെ ക്രഷ് ചെയ്ത് റോസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ ചട്നി ഉണ്ടാക്കി, മയനൈസ് ഉണ്ടാക്കി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തിട്ടുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. ബൈ ബൈ, താങ്ക് യു.